ഹായ് ഗൈസ്, ഞാനിന്ന് എത്തിയിട്ടുള്ളത് ബുക്ക് റിവ്യൂവിൻ്റെ 28ാമത്തെ എപ്പിസോഡായിട്ടാണ്. അപ്പോൾ ഒന്ന് ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന ബുക്ക് എന്ന് പറയുന്നത് കുഞ്ഞിക്കുഞ്ഞനും കൊച്ചുനിലാണ്ടനും തിരഞ്ഞെടുത്ത ബാലനോവലുകൾ എന്ന പുസ്തകത്തിലത്തെ കുഞ്ഞിക്കുഞ്ഞൻ എന്നുള്ള കഥയാണ്. ഇത് ഒരു കഥാസമാഹാരമാണ്. പി നരേന്ദ്രനാഥിൻ്റെ 4 പ്രശസ്തമായിട്ടുള്ള കൃതികളുടെ ഒരു കഥാസമാഹാരമാണ് എന്ന് പറയുന്നത്. കുഞ്ഞിക്കുഞ്ഞൻ, കുറുമ്പൻ കുഞ്ഞുണ്ണി, ഇത്തിരി കുഞ്ഞൻ, കൊച്ചുനിലാണ്ടൻ എന്നൊക്കെയുള്ള കൃതികളാണ് ഈ ഒരു പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് ബാലനോവലുകളാണ്. എല്ലാം ഇതിലുള്ളത് ബാലനോവലുകളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം രസകരമായി തന്നെ വായിച്ചിരിക്കാൻ പറ്റിയ ഒരു പുസ്തകം തന്നെയാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC ബുക്സിൻ്റെ തന്നെ മറ്റൊരു മുദ്രണമായിട്ടുള്ള മാമ്പഴം ബുക്സാണ്. ഈ ഒരു ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 260 രൂപയാണ്. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ കുഞ്ഞിനാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കോപ്പികൾ നിങ്ങളുടെ കടയിലൊക്കെ തിരക്കിയുണ്ടാകും. അതുപോലെ തന്നെ ലൈബ്രറീസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിനെ വെച്ചുള്ള ഒരു വൺ ലൈനൊക്കെ പറയുകയാണെങ്കിൽ, ഈ ഒരു കുഞ്ഞിക്കുഞ്ഞൻ എന്നുള്ള കഥാപാത്രം ജനിച്ചപ്പോൾ തന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ അമ്മ മരിച്ചു പോവുകയും അതുപോലെ തന്നെ അച്ഛന് ഈ ഒരു ക്യാരക്ടറിനെ വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം ഈ ഒരു അമ്മ മരിച്ചിട്ടാണ് ഈ ഒരു കുട്ടി പുറത്തേക്ക് വന്നത്. മാത്രമല്ല പുറത്ത് പോരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ഇവൻ്റെ അച്ഛൻ നോക്കുന്നൊന്നുമില്ല. ആ സാഹചര്യത്തിലാണ് എഴുത്താശാൻ എന്നുള്ളൊരു കഥാപാത്രം വരുന്നതും ഈ ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. കുഞ്ഞിന് ഒരു 13 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഈ എഴുത്താശാൻ എന്നുള്ള ഇവൻ്റെ വളർത്തച്ഛൻ മരിച്ചു പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നതെന്ന് പറയുന്നത്. വളരെയധികം അവിശ്വസനീയമായ വിധം ഈ ഒരു കുഞ്ഞിൻ്റെ ജീവിതം ഒരു ചെറിയൊരു പ്രശ്നം മൂലം മാറിമറിയുന്നതും പിന്നെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒക്കെയാണ് ഈ ഒരു ബുക്കിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. വളരെയധികം ഹാസ്യാത്മകമായിട്ടും അതുപോലെ തന്നെ വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടുമാണ് ഈ ഒരു പുസ്തകം ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെയധികം ഇമോഷണലായുള്ള ചില ഭാഗങ്ങളൊക്കെ ഇതിൽ കടന്നു വരുന്നുണ്ട്. അതൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിക്കൂനൻ സ്വപ്നം കാണുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു നേരം പോക്കിനായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ പുസ്തകം ഉറപ്പായിട്ടും വായിച്ചിരിക്കാവുന്നതാണ്. പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും വായിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇദ്ദേഹം ഇതിൻ്റെ ഒരു അവതരണം ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് വായിച്ചിരിക്കാം. വളരെ കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഒരു 14-13 ചാപ്റ്റേഴ്സ് മാത്രമേ ഇതിൽ ഉള്ളൂ. മാത്രമല്ല ഒരു 59 പേജോ 70 പേജോ ആണോ ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കാം. ബാലസാഹിത്യം ആയതുകൊണ്ട് തന്നെ വളരെയധികം സിമ്പിളായുള്ള ലാംഗ്വേജാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. തുടക്കക്കാർക്കൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ല പുസ്തകം തന്നെയാണ് ഈ ഒരു കുഞ്ഞിക്കുഞ്ഞൻ എന്നുള്ള പുസ്തകം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ബുക്കിനെ വെച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റോറിയുടെ എൻഡിങ്ങിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, വളരെയധികം സാറ്റിസ്ഫൈങ് ആയുള്ള ഒരു എൻഡിങ് തന്നെയാണ് ഈ ഒരു എഴുത്തുകാരൻ ഈ ഒരു സ്റ്റോറിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ എൻഡിങ്. എന്നെ സംബന്ധിച്ച് വളരെയധികം സാറ്റിസ്ഫൈങ് ആയ ഒരു എൻഡിങ് തന്നെയായിരുന്നു ഈ ഒരു എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഗയ്സ്, നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗയ്സ്, ഇതൊക്കെയാണ് എനിക്ക് ഈ പുസ്തകത്തിനെ വെച്ചിട്ട് പറയാനുള്ളത്. ഈ പുസ്തകത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 7.8 ഔട്ട് ഓഫ് 10 ആണ്. അപ്പോൾ ഗയ്സ്, ഇതൊക്കെയാണ് ഈ ഒരു കഥയെ വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും